ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം പാർട്ടീസ് ഹെൽത്ത് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. എൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ഷേക്ക് ഉണ്ടാക്കാറുണ്ട്. വളരെയധികം ഹെൽത്തി, വളരെ ടേസ്റ്റി ഉള്ളൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ സീഡ് എടുത്ത് പാകി മുളപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ്. സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ മണ്ണിലൊക്കെ കുഴിച്ചിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൻ്റെ സീഡ് എടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ ചിലപ്പോൾ മണ്ണിൽ നട്ടു വളർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വൈറ്റ് കളർ ഫ്ലഷ് ഉള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ധാരാളം വിത്തുകൾ, കടുക് പോലെ നമുക്ക് ആയിരക്കണക്കിന് വിത്തുകൾ ഇതിനുള്ളിലുണ്ട്. നമുക്കിത് കുറച്ച് വിത്തുകൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. നമുക്ക് അല്പം ഫ്ലഷ് ഇതിൽ നിന്ന് എടുക്കാം. നമുക്ക് ഒത്തിരി ആവശ്യമില്ല, കാരണം ചെറിയൊരു പോർഷൻ എടുത്താൽ മതി. ധാരാളം വിത്തുകൾ ഇതിനുള്ളിലുണ്ട്, ഇത്രയും നമുക്കെടുക്കാം. അടുത്തായി നമുക്കൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത ഈ ഫ്ലഷ് നമുക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കാം. അതിൻ്റെ ജ്യൂസ് ഒന്ന് പോകത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് പിഴിയാം. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ധാരാളം വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ധാരാളം വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആ വെള്ളത്തിലേക്ക് ഈ സീഡെല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ, അപ്പോൾ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ ആ സീഡെല്ലാം വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എളുപ്പ വഴി നമുക്ക് ആ സീഡ് വേർതിരിച്ചെടുക്കാനുള്ള. ഇതുണ്ട്. അപ്പോൾ ധാരാളം വിത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ബാസ്ക്കറ്റിൽ മണ്ണ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ മണ്ണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ഒരു പോട്ടി മിക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ഈ വിത്തുകളൊന്ന് പായി കൊടുക്കാം. അതായത് വെള്ളം ജസ്റ്റ് ഒന്ന് നമുക്ക് അതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ കൈകളിൽ കിട്ടും വിത്തുകൾ. ഇതുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പായി കൊടുക്കാം. അപ്പോൾ നമ്മൾ വിത്തെല്ലാം പാകി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് അടിക്കില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഷെയ്ഡിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. സൂര്യപ്രകാശത്ത് വെക്കേണ്ട. പിന്നെ രാവിലെയും വൈകിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സംഭവം വെരി സിമ്പിളാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ വിത്തൊക്കെ പാകിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളമായി. നമുക്ക് ഇതിൻ്റെ വളർച്ച എന്തായി നമുക്കൊന്ന് നോക്കാം. ഏകദേശം 10-50 മുകളിൽ തൈകൾ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യമേ 2 ഇലയാണ് വരുന്നത്. അതിനുശേഷം വലിയ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈ പോലെ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു കമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുള്ളോട് കൂടിയ ഒരു കമ്പാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 10-50 മുകളിൽ എനിക്ക് മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2-3 മാസത്തോളം എടുത്തു ഇത്രയും വലുതായി കിട്ടാൻ. അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് തീർച്ചയായിട്ടും മുളയ്ക്കും. ഇനിയൊരു 1 മാസത്തും കഴിയുമ്പോൾ നമുക്കിത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ നമുക്ക് മാറ്റി നട്ടു വളർത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇനി പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ.